ഇന്നലെ വന്നൊരു മാഷിന്റെ നടപടി ഇവിടെ ആരും സ്വീകരിക്കില്ല. എയ്ഡ്സ് ബാധിച്ചൊരു കുട്ടിയുടെ കൂടെ ഞങ്ങളെ കുട്ടികളെ നിർബന്ധിച്ചിരുത്തി പഠിപ്പിക്കുക, കൂടെ കളിക്കാൻ ഇറക്കിവിട. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തതെന്നേ മോഹനേഷ മാഷ് വ്യക്തമാക്കണം. മാഷിന്റെ കുട്ടി ഈ സ്കൂളിനെ ഈ മാഷ് എങ്ങനെ ചെയ്യോ? അതെ, മോഹനകൃഷ്ണൻ മാഷിനെതിരെ സ്കൂൾ അധികൃതർ നടപടി എടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മാഷ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ദയവ് ചെയ്ത് നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ ചെറുപ്രായത്തിൽ അപ്പുവിന് ഈ അസുഖം വന്നുപെട്ടതാണ്. അത് തന്നെ വിധി അവനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇനി അവനെ ഒറ്റപ്പെടുത്തുകൂടി ചെയ്ത അവൻ്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വാദത്തിൽ വലിയ കഴമ്പൊന്നും ഇല്ല. നമ്മളിത് എത്ര കേട്ടതാ. ഇത് പറഞ്ഞ് നമ്മളെ വീഴ്ത്താന്ന് വിചാരിക്കണ്ട. എന്തേ? അതെ അതെ. HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇതൊരു രോഗമല്ല, രോഗത്തെ പ്രതിരോധിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് നിങ്ങൾ കരുതുന്നത് പോലെ വായുവിലൂടെയോ ഉമിനീരിലൂടെയോ ഒന്നും പകരില്ല. സ്കൂളിലെ പാഠ്യവിഷയത്തിൽ എയ്ഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എന്നിട്ടും ഇവിടെ എല്ലാവർക്കും പേടിയും ഉത്കണ്ഠയും തന്നെ. ആ കൊച്ചുകുട്ടി എന്ത് തെറ്റിയത് നിങ്ങളോടൊക്കെ? ദയവ് ചെയ്ത് ഇനിയെങ്കിലും അവനോട് നിങ്ങൾ കുറച്ച് കരുണ കാണിക്കണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. ഇതൊക്കെ പറയാൻ എളുപ്പ. സ്വന്തം കുട്ടികളെ ഭാവി വെച്ചിട്ടൊരു പരീക്ഷ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടികളെ ഭാവി തന്നെ വലുത്. അതെ, അപ്പുവിന്റെ കൂടെ പഠിക്കാൻ ഞങ്ങളുടെ കുട്ടികളെ വിട്ടുതരില്ല. അതെ, ഒരു രക്ഷകർത്താവും വിട്ടുതരില്ല. അത്രേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ സമ്മതമില്ലാതെ തന്നെ ഞാൻ അവനെ പഠിപ്പിക്കും. എന്റെ ക്ലാസ്സിൽ ഇരുത്തി തന്നെ. എങ്കിൽ ഞങ്ങൾക്ക് അതൊന്ന് കാണണം. ഇയാളുടെ വാക്കാണ് മാഷിന് വേദവാക്യമെങ്കിൽ ഞങ്ങൾക്ക് മറ്റു വഴികൾ നോക്കേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തേ എല്ലാരും വന്ന വരുന്നുണ്ട് മെമ്പറെ. മോഹനേഷം ഒന്ന് നിന്നേ. താൻ വലിയ എഴുത്തുകാരനും സാഹിത്യകാരനും ഒക്കെ ആയിരിക്കും. പക്ഷെ തന്റെ ആളാവലൊന്നും ഈ തെക്കേത്തറയിൽ വേണ്ട. ഞാൻ വിചാരിച്ചാൽ ഇവിടെ പലതും ചെയ്യാൻ പറ്റും. ഒരു ട്രാൻസ്ഫർ ഉടൻ പ്രതീക്ഷിച്ചോ. പോട്ടെ. മെമ്പർ ഒന്ന് നിന്നേ. ഈ ട്രാൻസ്ഫർ സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ അധികം പേടിപ്പിക്കരുത്. പേടിക്കില്ല. പിന്നെ ഒരു പഞ്ചായത്ത് മെമ്പർ ആവാനുള്ള അടിസ്ഥാന യോഗ്യതയൊന്നും തനിക്കില്ല. താൻ മെമ്പറായിട്ട് മത്സരിച്ചത് തൻ്റെ തെറ്റ്, തന്നെ മെമ്പറാക്കിയത് ഇവരുടെ തെറ്റ്. പോട്ടെ എന്നാ. വൈദ്യരെ, കൊതുക് കടിച്ചാൽ എയ്ഡ്സ് വരുമോ? കൊതുക് കടിച്ചാലും വരും. വരും. ആ ബ്ലേഡ് താൻ അവിടെ തന്നെ വച്ചാ മതി. എന്നിട്ട് ഈ ബ്ലേഡ് ഇട്ട് ചെയ്യാ. അതെന്താ? എടോ, എയ്ഡ്സേ ബ്ലഡിൽ കൂടെ മാത്രല്ല ബ്ലേഡിൽ കൂടെയും വരും. എന്റെ വൈദ്യരെ, നിങ്ങൾ ഇങ്ങനെ പേടിക്കാൻ പോയാല് മരണം എപ്പോഴായാലും വരും. ഇന്നലത്തെ പത്രം കണ്ടില്ലേ? ഒരു ആക്സിഡന്റിൽ ഒരു കുടുംബം മൊത്തം മരിച്ചത്. അവര് വല്ല എയ്ഡ്സ് ബാധിച്ചാണ് മരിച്ചത്. എന്നാ താൻ ഒരു കാര്യം ചെയ്യേ, ആ ചെക്കനെ പിടിച്ച് മടിയിൽ ഇട്ടിട്ട് ചോറ് കൊടുക്ക്. തനിക്കൊക്കെ എയ്ഡ്സ് വന്ന് മരിക്കാനാണോ യോഗം? എടോ, ആ വിവരമില്ലാത്ത മാഷ് പറയണ അപ്പാടെ വിഴുങ്ങിയാലേ താൻ മാത്രമല്ല നാട്ടുകാർ മുഴുവൻ പോയിക്കും. നോക്കിക്കണ്ട ചെയ്യേ. അയ്യോ വൈദ്യരെ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. താനൊന്നും ഉദ്ദേശിക്കണ്ട. ഇവിടെ ഒട്ടിക്ക. നീ ഇവിടെ ഒട്ടിക്ക. വന്നേ, നീ അവിടെ ഒട്ടിക്ക. ഇതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് തന്നെ ഒട്ടിക്കണം കേട്ടോ. ശരിക്കും വേണം. പഞ്ചായത്ത് ഇലക്ഷൻ വീണ്ടും തുടങ്ങിയോ? ഇത് ഇലക്ഷന് വേണ്ടിയൊന്നുമല്ല, പഞ്ചായത്തിന്റെ ഒരു പൊതു ആവശ്യത്തിന് വേണ്ടിയാ. ആ മോഹനേഷം മാഷിന്റെ കളികൾ ഇന്നത്തോടെ തീരണം കേട്ടോ. ആ മോഹനൻ സീതയുടെ പുതിയ രാമനോ എങ്ങനെയുണ്ട്? ആ എടുത്തോണ്ട് വാ, പോസ്റ്ററിൽ എടുത്തോണ്ട് വാ. രാമ, ഇതുണ്ടോ? ഇയാൾക്കൊന്നും ഒരു പണിയില്ല. എപ്പോ നോക്കിയാലും ഇവിടെയാ കഷ്ടം. അമ്മേ, ദാ മാഷ്.
അപ്പു കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ആ. ഞാൻ വന്നത് അപ്പുവിന്റെ കാര്യം പറയുന്നതിന് വേണ്ടിയാ. നല്ല ടാലന്റ് ഉള്ള കുട്ടിയാവൻ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കരുതി അവനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാതിരിക്കരുത്. നാട്ടുകാരുടെ വായൊന്നും മൂടിക്കെട്ടാനാവില്ല. അവരുടെ മുന്നിൽ മുട്ടുമടക്കിയ ഏറ്റവും വലിയ തോൽവിയാവും അത്, നിങ്ങൾക്കും എനിക്കും. ആശന്തിന് നാളെ കഴിയുന്ന ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു. അല്ലെങ്കിൽ തന്നെ അവൻ ഇനി പഠിച്ചാലെന്ത് പഠിച്ചില്ലെങ്കിലും സീതയെ പോലെ ഒരു അമ്മ പറയേണ്ട വാക്കുകളല്ല ഇത്. സ്വന്തം മകന്റെ ഭാവിയേക്കാൾ ഉപരി ഇവന്റെ സന്തോഷം ഇവിടെ കാണേണ്ടത്. തോൽവികളൊക്കെ ജീവിതത്തിൽ സംഭവിക്കും, പക്ഷെ തോൽവിക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. നാളെ സ്കൂളിൽ ബെല്ലടിക്കുമ്പോൾ അപ്പം ഉണ്ടായിരിക്കണം ക്ലാസ് റൂമിൽ, ഒന്നാമത്തെ ബെഞ്ചിൽ, ഒന്നാമനായി തന്നെ.